ലോകം മുഴുവൻ ഇപ്പോൾ വലിയൊരു പേടിയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത്ര വലുതാണ്. ഒറ്റ നോട്ടത്തില് മാപ്പിലൊരു ചെറിയ പൊട്ടുപോലെ തോന്നാമെങ്കിലും ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിന്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നത് ഒരു കൊച്ചു ദ്വീപാണ്. അതെ, ഇറാൻകാര് അവരുടെ കിരീടത്തിലെ രത്നം എന്ന് വലിയ അഭിമാനത്തോടെ വിളിക്കുന്ന സാക്ഷാൽ ദ്വീപ്. ഈ ദ്വീപിന് മീതെയാണ് ഇപ്പോൾ അമേരിക്കയുടെയും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെയും കണ്ണുകൾ ഉടക്കിയിരിക്കുന്നത്. അമേരിക്കയെ പോലൊരു വൻ ശക്തി എന്തിനാണ് ഈ ചെറിയ ദ്വീപിന് പിന്നാലെ ഇത്രത്തോളം പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യത്തിൽ അവിടെയാണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊരു സാധാരണ യുദ്ധമല്ല എന്നുള്ളതാണ്. ട്രംപിന്റെ ലക്ഷ്യം ഇറാന്റെ സൈന്യത്തെ തോൽപ്പിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഈ ദ്വീപിൽ ഒളിഞ്ഞു കിടക്കുന്ന ശതകോടികൾ വിലമതിക്കുന്ന എണ്ണ, പ്രകൃതിവാതക നിക്ഷേപങ്ങൾ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്ലാൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ യാതൊരു നാണവുമില്ലാതെ കവർന്നെടുക്കാനുള്ള തികച്ചും പച്ചയായിട്ടുള്ള ഒരു കൊള്ളയടിക്കൽ തന്ത്രമാണിത്. ഇത് നമ്മൾ ആദ്യമായി കാണുന്ന ഒന്നല്ല. കുറച്ചു കാലം മുമ്പ് വെനിസ്വേലയിൽ അമേരിക്ക പയറ്റിയതും ഇതേ തന്ത്രം തന്നെയായിരുന്നു. അവിടെയുള്ള എണ്ണ സമ്പത്ത് മുഴുവൻ അവർ എങ്ങനെയാണ് സ്വന്തമാക്കിയതെന്ന് ലോകം കണ്ടതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിജയമായിരുന്നു. അതേ മോഡല് ഇപ്പോൾ ഇറാനിലും പരീക്ഷിക്കാനാണ് ട്രംപ് സർവ്വസന്നാഹങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷേ വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കാൻ ഇറാൻ അനുവദിച്ചിട്ടില്ല എന്നതാണ് സത്യം. തങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയ പ്രഹരങ്ങളാണ് ഇറാൻ സൈന്യം അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ജോർദാനിലെ മൊവാഫക് സാൽത്തി എന്ന പേരുള്ള എയർബേസ് ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ ആ അപ്രതീക്ഷിത ആക്രമണമാണ്. അതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പോർവിമാനങ്ങൾ എന്ന് അമേരിക്ക നെഞ്ചുവിരിച്ച് പറയുന്ന സാക്ഷാൽ F-35 വിമാനങ്ങൾ നിർത്തിയിട്ടിരുന്ന ഹാങ്ങറുകൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെടുത്തത്. കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെ വന്ന ആ മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിന് സമ്മാനിച്ചത് വലിയ നാശനഷ്ടമാണ്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 12-ലധികം F-35 പോർവിമാനങ്ങളാണ് അന്ന് അവിടെ പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞത് എന്നാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു ഇരുട്ടടി തന്നെയായിരുന്നു. വെറും ഒരു സാമ്പത്തിക നഷ്ടം എന്നതിലുപരി ലോകത്തിനു മുന്നിൽ അമേരിക്കൻ സൈനിക ശക്തിക്കേറ്റ വലിയൊരു നാണക്കേട് കൂടിയായി മാറി ഈ സംഭവം. തങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരമായിട്ടുള്ള വിമാനങ്ങൾ ഇത്തരത്തിൽ കത്തി നശിച്ചത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഡൊണാൾഡ് ട്രംപിന്റെ സമനില തെറ്റി. ഇതിൽ വല്ലാതെ പ്രകോപിതനായിട്ടുള്ള അദ്ദേഹം പിന്നീട് ഇറാനോട് കാണിച്ചത് വലിയ ക്രൂരതയാണ്. ഈ വലിയ നാണക്കേടിന് പകരം വീട്ടാനായിട്ട് ദ്വീപിലും ഇറാനിലെ മറ്റ് സൈനിക കേന്ദ്രങ്ങളിലും അമേരിക്ക അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ കേവലം സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കുന്നതിന് പകരം യാതൊരു തെറ്റും ചെയ്യാത്ത സാധാരണ ജനങ്ങളെ കൂടി അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം നൽകുന്ന കുടിവെള്ള സംഭരണികൾ, യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന പാലങ്ങൾ, കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന പെട്രോ കെമിക്കൽ ഫാക്ടറികൾ തുടങ്ങി ഒരു ജനതയുടെ ജീവന് അത്യാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അമേരിക്കൻ മിസൈലുകൾ തകർത്തെറിഞ്ഞു. ഒരു തുള്ളി വെള്ളത്തിന് പോലും ജനങ്ങൾ കഷ്ടപ്പെടണം എന്ന അമേരിക്കയുടെ അക്രൂരമായിട്ടുള്ള ചിന്തയാണ് ഈ ആക്രമണങ്ങളിലൂടെ ലോകം കണ്ടത്. എന്നാൽ ഇത്രയൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും അമേരിക്ക ഇത്രത്തോളം ഭീഷണിപ്പെടുത്തിയിട്ടും ഇറാൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നതാണ് ഈ പോരാട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്കയുടെ ഒരു ഭീഷണിക്കും അല്ലെങ്കിൽ ആക്രമണങ്ങൾക്കും മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ല എന്ന് ഇറാൻ അടിവരയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അമേരിക്ക എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആ ദ്വീപിൽ ഇപ്പോൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന വൻ സൈനിക സന്നാഹങ്ങളാണ്. അവിടെ കാലുകുത്താൻ ശ്രമിക്കുന്ന ഏതൊരു ശത്രുവിനും മരണം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇറാന്റെ സൈനിക വിന്യാസം. ഏറ്റവും പുതിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, ആകാശത്ത് വെച്ച് തന്നെ ശത്രുവിനെ തകർക്കുന്ന മിസൈലുകൾ, സർവ്വസജ്ജരായിട്ടുള്ള സൈനികര് എന്നിവയ്ക്ക് പുറമെ കരയിലും നാവിക അതിർത്തികളിലും ഉടനീളം മൈനുകളും മറ്റും മാരകമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളും അവർ വിന്യസിച്ചു കഴിഞ്ഞു. ശത്രുക്കൾക്ക് കരവഴിയോ കടൽ വഴിയോ ഒരു തരത്തിലും ഈ ദ്വീപിലേക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കാത്ത വിധം ഒരു വലിയ കോട്ടയായിട്ട് ദ്വീപിനെ ഇറാൻ മാറ്റിക്കഴിഞ്ഞു. ഒരു വശത്ത് സൈന്യം അതിർത്തി കാക്കുമ്പോൾ മറുവശത്ത് ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളും ശക്തമായിട്ട് തന്നെ രംഗത്തുണ്ട്.
ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അന്താരാഷ്ട്ര സമൂഹത്തോട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരവും പൂർണ്ണമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾ മുഴുവൻ ശബ്ദമുയർത്തണം എന്നാണ് അദ്ദേഹം ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. അമേരിക്കയുടെ ഈ ചെയ്തികൾ ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും തുറന്ന ലംഘനമാണ് എന്ന് അദ്ദേഹം ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഒരു നിയമവും പാലിക്കാതെ തോന്നിയതുപോലെ പെരുമാറുമ്പോൾ അതിനെതിരെ ലോകം മൗനം പാലിക്കുന്നത് വലിയൊരു അപകടമാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇതുകൂടാതെ ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ സ്വന്തം രാജ്യത്ത് പോലും അദ്ദേഹത്തെ കൂടുതൽ ജനവിരുദ്ധനാക്കുകയാണെന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യവും പണപ്പെരുപ്പവും അതിരൂക്ഷമായിട്ട് വർദ്ധിച്ചു വരികയാണ്. ഒരു ഭാഗത്ത് ഇറാന്റെ കാര്യത്തിൽ യാതൊരു തീരുമാനങ്ങളിലേക്കും എത്താൻ സാധിക്കാതെയും മറുവശത്ത് യുദ്ധത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു വിജയം നേടാൻ കഴിയാതെയും നിൽക്കുന്ന ട്രംപ് നിലവിൽ കടുത്ത സമ്മർദ്ദത്തിലാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇറാനെ തകർക്കാൻ കഴിയാത്തത് ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ വലിയൊരു പരാജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇറാൻ ജനത ഒന്നടങ്കം തങ്ങളുടെ സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ ഇറാന്റെ ഒരു അടിയറവ് പറയലോ അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നത് തികച്ചും വ്യക്തമാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് വഴങ്ങിക്കൊടുക്കാൻ ഇറാൻ ഒട്ടും ഒരുക്കമല്ല എന്നത് മാത്രമല്ല, സ്വന്തം മണ്ണും വിഭവങ്ങളും സംരക്ഷിക്കാൻ അവർ അവസാനം വരെ പൊരുതാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പോരാട്ടം എവിടേക്ക് എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.